ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. നമ്മുടെ ഇന്നത്തെ മെനുവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ഡിഷാണ്. ചിക്കൻ ചൗമീനാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒലീവ് ഓയിൽ, ഒനിയൻ, ഗ്രീൻ ചില്ലി, മിക്സഡ് വെജിറ്റബിൾസ്, ചിക്കൻ സോസേജസ്, സോൾട്ട് ആൻഡ് പെപ്പർ, സോയാ സോസ്, എഗ് നൂഡിൽസ് ആൻഡ് ബീൻ സ്പ്രൗട്ട്സ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൗമീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനായി ചൂടായിട്ടുള്ള ഈ വോക്കിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നിവിടെ ഒരു ചൈനീസ് ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു വോക്ക് യൂസ് ചെയ്യുന്നത്. മിക്ക ചൈനീസ് ഡിഷുകൾക്കും നമ്മൾ യൂഷ്വലി വോക്കായിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം വോക്കിൽ ഹീറ്റ് ഇവൻലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ്സ് ചിക്കനും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്, അപ്പം അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാനും വോക്കായിരിക്കും എളുപ്പം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 സബോളയും 4 പച്ചമുളകുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ സബോളയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ചപ്പ് ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അതങ്ങ് കുക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു ചെറുതായിട്ട് ആ ഒരു റോനെസ് പോകാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ക്യാബേജ് ആൻഡ് ബീൻസ് ആണ് നമ്മളിതിലോട്ട് ഇനി ഇടാൻ പോകുന്ന വെജിറ്റബിൾസ്. അപ്പോൾ ഞാനത് നന്നായിട്ട് ഒരു ഒത്തിരി കട്ടിയല്ല, കനം കുറച്ചെന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ബീൻസും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഉള്ളതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഈ ആഡ് ചെയ്ത് കൊടുത്ത വെജിറ്റബിൾസും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഞാൻ ആ സബോളയ്ക്കും പച്ചമുളകിനും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ അതിന് ശേഷം ബാക്കി വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനും കൂടെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു റോനെസ് ഒട്ടും പോവാതെ, എന്നാൽ ഹാഫ് കുക്ക്ഡ് എന്ന് പറയാം, ആ രീതിയിൽ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനും സോസേജും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഒലീവ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ആ ചിക്കൻ പീസും സോസേജും നമുക്ക് ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ ചൗമീനിൽ വേറെ സോസുകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. സോയാ സോസും മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം വേറെ ഓയസ്റ്റർ സോസ്, അങ്ങനെ വേറെ ചില്ലി സോസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓഫ് സോസസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സോയാ സോസ് മാത്രമാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചിക്കനും സോസേജുമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും നോൺ വെജ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോർക്ക്, ഇതെല്ലാം ഇതുപോലെ ചെറിയ പോർക്കും ബീഫും ആണെങ്കിൽ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഞാനിവിടെ പക്ഷേ ചിക്കൻ ആൻഡ് സോസേജാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്.
നമുക്കിപ്പോൾ കാണാവുന്ന പോലെ നമ്മുടെ ആ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിഷ് ഒരു മിക്സായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൗമീൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ചിക്കൻ മിക്സ് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ന്യൂഡിൽസ് കുക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ന്യൂഡിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെറിയ പോർഷൻ കുറച്ച് ഈ മിക്സിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പോർഷൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പോർഷൻ ഇടാം. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൗമീൻ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പം എല്ലാ കോർണറിൽ നിന്നും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ എല്ലാ ന്യൂഡിൽസിലെ എല്ലാ ഇൻഗ്രീഡിയൻസും അത് പ്രോപ്പറായിട്ട് മിക്സായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തിൻ്റെലും കുറവുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രൗട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രൗട്ട്സ് ഏറ്റവും അവസാനം ആഡ് ചെയ്ത് കൊടുക്കാൻ കാര്യം അതൊട്ടും കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ക്രഞ്ചി ആ ഒരു റോ ഇത് നമ്മൾക്കത് കഴിക്കുമ്പോൾ അത് കിട്ടണം. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രൗട്ട്സ് ഒന്നിട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ചൗമീൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മീനൂസ് മെനുവിലെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണിത്. നമ്മൾ നോർമലി കഴിക്കുന്ന ആ ഒരു ഫ്ലേവേഴ്സിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്നും സെയിം ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഇത് കഴിക്കാതെ ഒരു ഡിഫറെൻറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ചൈനീസ് ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. I hope you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.